മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കെപിസിസി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങളെ പലവട്ടം പറഞ്ഞിട്ടുള്ള ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം, ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം, നികുതിദായകരുടെ പണം കൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇത്രയായി മാസം അത്രയായി. പ്രസിഡന്റ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിലും പ്രശ്നമുണ്ട്. ഒന്ന്, സർക്കാർ നികുതി പണം ഉപയോഗിച്ചല്ല, ദുരന്ത പുനരധിവാസത്തിനായി പ്രത്യേകം ക്രമീകരിച്ച CMDRFിലെ തുക ഉപയോഗിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വയനാട്ടിൽ ഒന്നും നടന്നില്ലെന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ച കോൺഗ്രസിന്റെ മാത്രം അഭിപ്രായമായിരിക്കും. പ്രതിപക്ഷ നേതാവ് ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. പുനരധിവാസ ഭൂമിയിലേക്കുള്ള റോഡ്, വീടുകളുടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ തുടങ്ങി എല്ലാം അതിവേഗം പുരോഗമിക്കുകയാണ്. രാപ്പകലില്ലാതെയാണ് തൊഴിലാളികൾ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം കുറഞ്ഞത് 5 വീടുകളുടെയെങ്കിലും കോൺക്രീറ്റിംഗ് പ്രവൃത്തി നടക്കുന്നുണ്ട്. സർക്കാർ നിശ്ചയിച്ച സമയത്ത് തന്നെ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് കൈമാറുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ഉറപ്പു പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് സർക്കാരിന്റെ ടൗൺഷിപ്പ് പൂർത്തിയാകും മുന്നേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും വീടുകൾ പൂർത്തിയാകുമെന്നാണ്. KPCC അധ്യക്ഷൻ ഇത് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഞങ്ങള് പ്രഖ്യാപിച്ചൊക്കെ നടപ്പിലാക്കും. അതിന്റെ ഡീറ്റെയിൽസ് അവിടുത്തെ കമ്മിറ്റിയാണ്, വയനാട്ടിലെ കമ്മിറ്റിയാണ്. നിർമ്മാണ ചുമതല ജില്ലാ തലത്തിലുള്ള കമ്മിറ്റിക്കാണെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? സാധാരണക്കാരിൽ നിന്നും പണം പിരിച്ചത് KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേര് വെച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടതും പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തന്നെയാണ്. ഇനി കമ്മിറ്റിയാണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ആരൊക്കെയാണ് ആ കമ്മിറ്റി? പിരിച്ച തുകയുടെ വിനിയോഗം എങ്ങനെയൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ആരുടെയും തറവാട്ടിൽ നിന്നെടുത്ത തുകയുടെ കണക്കല്ലല്ലോ, ജനങ്ങളിൽ നിന്നും പിരിച്ച തുകയുടെ കണക്കാണ് ചോദിക്കുന്നത്. അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.